السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജീവിതം വെളിച്ചമാകട്ടെ എന്ന അന്താരാഷ്ട്ര ഖുർആൻ വെളിച്ചം പഠന പദ്ധതിയുടെ സംസ്ഥാന സംഗമത്തിൻ്റെ ഒന്നാമത്തെ പരിപാടിയിലാണ് നമ്മളുള്ളത്. ഇവിടെ ഇൻഷാ അല്ലാഹ് അരങ്ങേറാൻ പോകുന്നത്, എൻ്റെ പിന്നിലിരിക്കുന്നത് നമ്മുടെ ദാറുൽ ബയ്യിനയിലെ മക്കളാണ്. അപ്പോൾ ഓരോരുത്തരെ നമുക്കൊന്ന് ആദ്യം പരിചയപ്പെടാം. ഇൻഷാ അല്ലാഹ്. മോനെ അദീഷൈർ നാമട്ടന്നൂർന, ഫൗസ് അബ്ദുല്ല കടത്തുറന്ന്, ഹാനി മുഹമ്മദ് സാജിദ് അലവിൽ, ഷിനാസ് റഹ്മാൻ ഏഴോം, ഇഷാൻ ഷെരീഫ് മലപ്പുറം, ഹബ്ഷാൻ നൗഷാദ് മുണ്ടേരി, നാഹിദ് എം കടവത്തൂർ, ലിദാൻ മലപ്പുറം. നമ്മൾ ദാറുൽ ബയ്യിനയുടെ പഠന പദ്ധതി വളരെ വ്യത്യസ്തമായൊരു പഠന പദ്ധതിയാണ് ദാറുൽ ബയ്യിനക്ക്. അവിടെ ഇവർ ഖുർആൻ ഹിഫ്ലാക്കുന്നുണ്ട്. ഖുർആൻ ഇപ്പം ഹിഫ്ല് തുടങ്ങിയിട്ട് 2-3 ജ്യൂസ് 4 ജ്യൂസ് 5 ജ്യൂസൊക്കെ എത്തിയ ആളുകളുണ്ട്. അതിൻ്റെ കൂടെ ഹദീസുകളും കൂടി അവർ ഹിഫ്ലാക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ വർഷം ഹദീസ് ഹിഫ്ലിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തത് അർബഊനുൽ വിൽദാനിയ എന്ന് പറയുന്ന ഈ ഒരു കിതാബാണ്, ഈ ഒരു ഗ്രന്ഥമാണ്. രണ്ടാമത്തെ വർഷം ഇൻഷാ അല്ലാഹ് അർബഊൻ നവവി ആയിരിക്കും. ഇൻഷാ അല്ലാഹ് അത് മുഴുവൻ അവർ ഹിഫ്ലാക്കും. ഈ വർഷം കൊണ്ട് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ കഴിഞ്ഞ വർഷം ഈ ഗ്രന്ഥം മുഴുവൻ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, മനപ്പാടാക്കിയിട്ടുണ്ട്. ഈ കിതാബിൽ 40ഓളം ഹദീസുകളുണ്ട്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള 40ഓളം ഹദീസുകൾ ഈ കിതാബിലുണ്ട്. ഈ ഹദീസുകൾ ഇവർ മാഷാ അല്ലാഹ് കലക്കി കുടിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ് ഈ കിതാബ് നിങ്ങളുടെ കയ്യിൽ തരും. അവരുടെ അധ്യാപകർ ആദ്യം 1-2 ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരും. പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക്, ആർക്കാണോ താല്പര്യം അവർക്ക് മുന്നോട്ട് വരാം, അല്ലെങ്കിൽ കോഡ്ലെസ് മൈക്ക് അങ്ങോട്ട് തരാം. ഈ കിതാബിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഒരു ഹദീസിലെ ഒരു ലഫ്ള് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ലഫ്ള് വരുന്ന എത്ര ഹദീസുകൾ ഉണ്ടെന്ന് മക്കൾക്ക് പറയാൻ സാധിക്കും. അത് ആര് റിപ്പോർട്ട് ചെയ്തതാണ്, അത് ബുഖാരിയാണോ മുസ്ലിമാണോ മുത്തഫഖുൻ അലൈഹിയാണോ എന്നെല്ലാം കൃത്യമായി പറയാൻ സാധിക്കും. ആ മത്തിന് മുഴുവൻ അവർ പച്ചവെള്ളം പോലെ പറയും. അതിൻ്റെ അർത്ഥവും അവർക്ക് പറയാൻ സാധിക്കും. ഇനി മാത്രമല്ല, ഇതിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത എത്ര ഹദീസുകളുണ്ടെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് പറയാൻ കഴിയും. ഇനി അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത എത്ര ഹദീസുകളെന്ന് ചോദിച്ചാൽ അതും കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അതിനൊക്കെ പുറമെ അത് ഏതൊക്കെ ക്രമനമ്പർ, ഇപ്പോൾ കിതാബിന് ഒരു ഹദീസിൻ്റെ ക്രമനമ്പർ ഉണ്ട്, ആ ക്രമനമ്പറിൽ ഏതൊക്കെയാണ് അബൂ ഹുറൈറയുടേത് എന്നും അവർക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഏതായാലും നമുക്കറിയാലോ, മുൻഗാമികളായ ഇമാം ബുഖാരിയൊക്കെ ഹദീസുകൾ കൊണ്ട് ലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒരുപാട് നമുക്കറിയാം. അദ്ദേഹം ബസ്രയിൽ ഒരിക്കൽ പഠിക്കാൻ വേണ്ടി പോയപ്പോൾ ഉസ്താദിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം മാത്രം ഒന്നും ചെയ്യുന്നില്ല, ഒന്നും എഴുതിയെടുക്കുന്നില്ല. അദ്ദേഹം ഒന്നും എഴുതുന്നില്ല. ഇപ്പം ബാക്കിയുള്ള ആളുകൾ പറയാണ്, ഇതെന്താണ് ഇദ്ദേഹം ഒന്നും എഴുതാത്തത്, ഇവനൊന്നും പഠിക്കണ്ടേ, ഇവൻ പഠിക്കാനല്ലേ വന്നത് എന്നൊക്കെ പറഞ്ഞ് ഇമാം ബുഖാരിയെ കളിയാക്കുകയുണ്ടായി. അവസാനം 16 ദിവസം കഴിഞ്ഞപ്പോൾ ഏകദേശം 15,000-ഓളം ഹദീസുകൾ വളരെ കൃത്യമായി, വളരെ പച്ചവെള്ളം പോലെ കാണാപ്പാഠം പഠിച്ച് ഇമാം ബുഖാരി അവർക്ക് പറഞ്ഞു കൊടുത്തതാണ്. ഈ ഉസ്താദിൻ്റെ മുന്നിൽ ഇരുന്ന് എഴുതിയെടുത്ത ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിച്ചപ്പോൾ ആ തെറ്റ് പോലും ഇമാം ബുഖാരിയുടെ ഈ പറച്ചിലൂടെ അവർ തിരുത്തി എന്നാണ് ചരിത്രം പറയുന്നത്. അതുമാത്രമല്ല, ഒരിക്കൽ ബഗ്ദാദിലേക്ക് ഇമാം ബുഖാരി സന്ദർശനം നടത്തുമ്പോൾ ബഗ്ദാദിലെ ആളുകൾക്ക് ആ കാലഘട്ടത്തിൽ ചെറിയൊരു മാത്സര്യ ബുദ്ധി ഉണ്ടല്ലോ, ഒന്ന് എല്ലാവരോടൊന്ന് മത്സരിക്കുക, ഒന്ന് തോൽപ്പിക്കുക. അതേപോലെ ആ ഉദ്ദേശം വെച്ച് ഇമാം ബുഖാരിയുടെ ചുറ്റിലും 10 പണ്ഡിതന്മാർ വന്നിരുന്നു. 10 പണ്ഡിതന്മാർ. ആ 10 പണ്ഡിതന്മാരിൽ ഓരോ പണ്ഡിതന്മാരും 10 ഹദീസുകൾ എടുത്ത് ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ 100 ഹദീസായിട്ടോ. അപ്പോൾ ഓരോ പണ്ഡിതൻ എന്ത് ചെയ്തു, ഓരോ ഹദീസ് പറയുമ്പോൾ സനത് തെറ്റിച്ച് പറഞ്ഞു. അപ്പോൾ ഇമാം ബുഖാരിയുടെ മറുപടി എന്താ അറിയോ, ലാ അരിഫുഹു. അപ്പോൾ ഇത് കേട്ട സാധാരണക്കാർ വിചാരിച്ചു ഇതെന്താ ഇത്രയും വലിയ മുഹദീസാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഹദീസ് ചോദിച്ചിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ. പക്ഷേ ആ പണ്ഡിതന്മാർക്ക് മനസ്സിലായി
ഈ സനദിൽ ചെറിയൊരു മാറ്റം വന്നതുകൊണ്ടാണ് ഇമാം ബുഖാരിയിലെ ആരിഫുഹു എന്ന് പറഞ്ഞത് എന്ന് ആർക്ക് മനസ്സിലായി? ഈ പണ്ഡിതന്മാർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് സംഭവിച്ച അത്ഭുതം എന്താണെന്നറിയാം? ഇമാം ദഹബിയൊക്കെ പറയുന്നുണ്ട്, ഈ 100 ഹദീസുകൾ എങ്ങനെയാണോ അദ്ദേഹത്തോട് സനദ് തെറ്റിച്ച് പറഞ്ഞത്, അതേ ക്രമത്തിൽ അവിടെയുള്ള ആളുകളെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതേ ക്രമത്തിൽ സനദ് കൃത്യാക്കിയിട്ട് ഇമാം ബുഖാരി റഹിമഹുല്ല പറഞ്ഞു കൊടുത്തു എന്നതാണ്. അവരൊക്കെ മുൻകാലഘട്ടത്തിലെ മുജദ്ദിദുകളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ മുന്നിലുള്ള ഈ 8 കുട്ടികളും അവരുടെ കൂടെ പഠിക്കുന്ന ബാക്കിയുള്ള കുട്ടികളും ഭാവിയിലെ മുജദ്ദിദുകളായി ആളുകൾക്ക് ദീന് പറഞ്ഞു കൊടുക്കുന്ന, പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം മാലോകർക്ക് പകർന്നു കൊടുക്കുന്ന, ലോകത്തിന് ഇസ്ലാമിൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തമായി മാറുന്ന, പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രചാരകരും പ്രബോധകരുമായി ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന മക്കളായി അവർ വളരുമെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അവരുടെ പ്രകടനത്തിലേക്ക് നമുക്ക് കിടക്കാം. അവരുടെ അധ്യാപകനായ ഫർഹാൻ സ്വലാഹിയുടെ കയ്യിൽ ഞാൻ മൈക്ക് കൈമാറുകയാണ്. അദ്ദേഹം ചോദിച്ചുകൊണ്ട് തുടങ്ങും ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞ് ഏതാനും ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. അതിനുശേഷം അവിടെ കിതാബുകളുണ്ട്, അവിടെ ഫ്രണ്ട് ടേബിളിൽ കിതാബുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. 12ാമത്തെ ഹദീസോ 20ാമത്തെ ഹദീസോ 35ാമത്തെ ഹദീസോ അത് ആര് റിപ്പോർട്ട് ചെയ്തെന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഇൻഷാ അല്ലാഹ് മക്കൾ മറുപടി പറയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ? ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ അൽ അർബഊനൽ വിൽദാനിയ മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ മുഹന്നയുടെ അൽ അർബഊനൽ വിൽദാനിയ എന്ന ഗ്രന്ഥം മുഴുവൻ ഹിഫ്ലാക്കുകയും അതിലെ ഹദീസുകൾ അർത്ഥസഹിതം പഠിക്കുകയും ചെയ്ത മക്കളാണ് ഇത്. ഹദീസിലെ ഒരു ലഫ്ള് വെച്ചുകൊണ്ട്, ഒരു പദം വെച്ചുകൊണ്ട് ചോദിച്ചാൽ അത് എത്രാമത്തെ ഹദീസാണ്, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി ആരാണ്, അത് എവിടെയുള്ള ഹദീസാണ് എന്നൊക്കെ ഈ മക്കൾ പറയും. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇവർ പഠിച്ച ഹദീസുകൾ ഇൻഷാ അല്ലാഹ് അവരിൽ നിന്ന് തന്നെ നമ്മൾക്ക് കേൾക്കാം. ഹബ്ഷാൻ, ആരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്? 17 പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണ് ഈ പുസ്തകത്തിലുള്ളത്. സ്വഹീൽ ബുഖാരിയിലെയും മുസ്ലിമിലെയും അത് രണ്ടും മുത്തഫഖുൻ അലൈഹി എന്ന് പറയും. എന്താണ് ഈ മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകൾ? സ്വഹീൽ ബുഖാരിയിലും സ്വഹീൽ മുസ്ലിമിലും യോജിച്ചു വന്ന ഹദീസുകളെയാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത്. ഓക്കെ. അതിൽ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവർ രണ്ടുപേരും, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസും ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീൽ ഉദ്ധരിച്ച ഹദീസും, ആ രണ്ടിലും യോജിച്ചു വന്ന ഹദീസുകളും. ഇമാം ബുഖാരിയുടെ മുഴുവൻ നാമം പറയാവോ? അബു അബ്ദില്ല മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം ഇബ്നു അൽ മുഗീറ ഇബ്നു ബർദിസ്ബ അൽ ജാഫി അൽ ബുഖാരി. അഹ്സൻ. അതിൽ സ്വഹീൽ ബുഖാരിയിൽ നമുക്കൊക്കെ സുപരിചിതമാണ് അസഹു കിതാബ് ബഅദ കിതാബില്ല എന്ന് പറയുന്ന സ്വഹീൽ ബുഖാരിയിലെ 1ാമത്തെ ഹദീസ് അത് ഒന്ന് പറയാവോ? حدثنا الحميدي عبد الله بن زبير قال حدثنا سفيان قال حدثنا يحيى بن سعيد الأنصاري قال أخبرني محمد بن إبراهيم التيمي أنه سمع علقمة بن وقاص الليثي سمعت عمر بن الخطاب رضي الله عنه على المنبر قال سمعت رسول الله صلى الله عليه وسلم يقول إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه متفق عليه. ഓക്കെ. സ്വഹീൽ ബുഖാരിയിലെ 1ാമത്തെ ഹദീസ് അതിൻ്റെ സനദും അതിൻ്റെ മത്തുനും ആണ് ഇവിടെ സൂചിപ്പിച്ചത്. അതോടൊപ്പം ഉള്ളത് സ്വഹീഹ് മുസ്ലിമാണ്. ഹാനി, സ്വഹീഹ് മുസ്ലിം, ഇമാം മുസ്ലിമിന്റെ മുഴുവൻ നാമം എന്താണ്? അബുൽ ഹുസൈൻ മുസ്ലിം ബിൻ ഹജ്ജാജ് ബിൻ മുസ്ലിം അൽ കുശൈരി അന്നൈസാബൂരി. നമ്മൾ ഈ ഗ്രന്ഥത്തിൽ പഠിക്കുന്ന 2 ഇമാമിങ്ങൾ, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും, അവരുടെ ചെറിയൊരു രത്ന ചുരുക്കും, അവരുടെ നാമം
ആണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാ നമ്മൾക്ക് ചോദ്യത്തിലേക്കും കിടക്കാം. ഈ ഗ്രന്ഥത്തിലുള്ള ഏത് ഹദീസുകളും ഇപ്പോൾ വിഷയസംബന്ധമായി, ഇപ്പോൾ വൻപാപങ്ങളെ കുറിച്ച് പറയുന്ന ഹദീസുകൾ, വൻപാപത്തെക്കുറിച്ച് പറയുന്ന ഹദീസ് എന്ന് ചോദിച്ചാൽ ഇഷാൻ പറയാവോ? عن أنس بن مالك رضي الله عنه قال سئل النبي صلى الله عليه وسلم عن الكبائر فقال الإشراك بالله وعقوق الوالدين وقتل النفس وشهادة الزور متفق عليه. അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു അനിൽ കബായിരി വൻപാപങ്ങളെ കുറിച്ച്. ഫഖാല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ഇഷ്റാഖു ബില്ലാഹ് അള്ളാഹുവിൽ പങ്കു ചേർക്കൽ, വഅഖൂഖുൽ വാലിദൈൻ മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കൽ, വഖത്ലുൻ നഫ്സ് ശരീരത്തെ വധിക്കൽ, ഷഹാദത്തു സൂർ കള്ളസാക്ഷ്യം വഹിക്കൽ. അഹ്സൻത്. നമ്മൾ ആമുഖം നീട്ടിപ്പോകേണ്ടതില്ല എന്ന് തോന്നുന്നുണ്ട്. സദസ്സിന് ചോദിക്കാനുള്ള സമയം ആവശ്യമാണ്. ഇൻഷാ അല്ലാ നിങ്ങൾ എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്നതിൻ്റെ ചെറിയൊരു മോഡലാണ് ഇൻഷാ അല്ലാ. ഞാൻ ലിദാൻ്റെ അടുത്ത് നിന്ന് തുടങ്ങാണ്. ലിദാനെ 21ാമത്തെ ഹദീസ് പറയും. عن جابر بن عبد الله رضي الله عنه قال قال رسول الله صلى الله عليه وسلم ما من مسلم يزرع زرعا فيأكل منه إنسان أو طير أو بهيمة إلا كان له به صدقة متفق عليه. അതിന്റെ മുമ്പുള്ള ഹദീസ് عن حذيفة بن اليمان رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يدخل الجنة قتات متفق عليه. അതിനുശേഷമുള്ള عن جابر بن عبد الله رضي الله عنه قال قال رسول الله صلى الله عليه وسلم ما من مسلم يزرع زرعا فيأكل منه إنسان أو طير أو بهيمة إلا كان له به صدقة. അതിന്റെ മുമ്പുള്ളത് عن حذيفة بن اليمان അതിന്റെ മുമ്പുള്ളത് 22. عن أبي هريرة رضي الله عنه قال كان لرجل على رسول الله صلى الله عليه وسلم دين فجاء يتقاضاه وأغلظ فهم به أصحاب النبي صلى الله عليه وسلم فقال النبي صلى الله عليه وسلم دعوه فإن لصاحب الحق مقالا متفق عليه. അതിന്റെ മുമ്പുള്ളത് عن أبي قتادة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من سره أن ينجه الله من كرب يوم القيامة فلينفس عن معسر أو يضع عنه رواه مسلم. നാഹിദ അതിന്റെ മുമ്പുള്ളത് عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من غشنا فليس منا رواه مسلم. ഹബ്ഷാൻ അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത എത്ര ഹദീസുകളുണ്ട് ഈ ഗ്രന്ഥത്തിൽ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത എത്ര ഹദീസുകൾ? 14. ഏതൊക്കെയാ? അൽ ഹദീസ് പറഞ്ഞു, അങ്ങനെ പറഞ്ഞോ, അറബി പറഞ്ഞോ. റാബിഅ അൽ ഹദീസ് الثامن الحديث الحادي عشر الحديث الثاني عشر الحديث الثالث عشر الحديث الخامس عشر الحديث السادس عشر الحديث السابع عشر الحديث الثاني والعشرون الحديث الرابع والعشرون الحديث الثلاثون الحديث حادي والثلاثون الحديث خامس والثلاثون الحديث التاسع والثلاثون. ഓക്കെ, മൈക്ക് ഇഷാൻ 25ാമത്തെ ഹദീസ് എന്ന് പറഞ്ഞേ. عن أبي أمامة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من اقتطع حق امرئ مسلم بيمينه فقد أوجب الله له النار وحرم عليه الجنة فقال رجل يا رسول الله وإن كان شيئا يسيرا قال وإن قضيبا من أراك. ما شاء الله. رواه مسلم. മൈക്ക് എടുക്കുക. ഷിനാസ് 27ാമത്തെ ഹദീസ്.
عن أبي موسى الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم من حمل علينا السلاح فليس منا متفق عليه. അതിന്റെ മുമ്പുള്ള ഹദീസ് عن عبد الله بن مغفل رضي الله عنه أن رسول الله صلى الله عليه وسلم نهى عن الخزف وقال إنها لا تصيد صيدا ولا تنكر عدوا ولكنها تكسر السن وتفقع العين متفق عليه. الحديث التاسع عن عبد الله بن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يدخلون الجنة من كان في قلبه مثقال ذرة من كبر متفق رواه مسلم. റസൂലുള്ള പറയാത്ത കാര്യം ഒരാൾ റസൂലുള്ളാഹിന്റെ പേരിൽ പറഞ്ഞാൽ അവർക്ക് നരകം കിട്ടുമെന്ന് പറയുന്ന ഹദീസ്. ثامن عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من كذب علي متعمدا فليتبوأ مقعده من النار متفق عليه. മീസാനിൽ കനം തൂങ്ങുന്നതും നാവിന് ഭാരമില്ലാത്തതുമായ രണ്ട് വചനങ്ങളെക്കുറിച്ച് പറയുന്ന ഹദീസ്. الحديث 11 عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم كلمتان خفيفتان على اللسان ثقيلتان في الميزان حبيبتان للرحمن سبحان الله وبحمده سبحان الله العظيم متفق عليه. الحديث التاسع عشر عن الصعب بن جسامة رضي الله عنه أنه أهدى إلى رسول الله صلى الله عليه وسلم صيدا فرده النبي صلى الله عليه وسلم عليه فلما رأى النبي صلى الله عليه وسلم ما في وجهه من الحزن قال إنا لم نرده عليك إلا أننا حرم متفق عليه. 25ാമത്തെ ഹദീസ്. عن أبي أمامة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من اقتطع حق امرئ مسلم بيمينه فقد أوجب الله له النار وحرم عليه الجنة فقال رجل يا رسول الله وإن كان شيئا يسيرا قال وإن قضيبا من أراك رواه مسلم. ഇനി സദസ്സിന് ചോദിക്കാം. കിതാബ് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചോദിച്ചതുപോലെ എങ്ങനെയും ചോദിക്കാം. മൈക്ക് അവിടെ ഉണ്ടാവോ? വരെ ഇതാ റബി റബി السلام عليكم ورحمة الله. الحديث ثاني وثلاثون. ثاني وثلاثون അല്ലേ? الحديث ثاني وثلاثون. സാമിൻ ഒന്ന് മലയാളത്തിൽ പറയത് 32. ഓക്കെ. عن أبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم أعطوا الطريق حقه قالوا وما حقه قال غض البصر وكف الأذى ورد السلام والأمر بالمعروف والنهي عن المنكر متفق عليه. അതിൻ്റെ 2 പേജ് ഇപ്പുറത്തത് 28. عن عبد الله بن مغفل رضي الله عنه أن رسول الله صلى الله عليه وسلم نهى عن الخطف وقال إنها لا تصيد صيدا ولا تنكو عدوا ولكنها تكسر السن فتفقه العين متفق عليه. അബി മൂസൽ അശ്അരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. 2 الحديث السادس والعشرون الحديث السابع والعشرون.
സാദിസ് വൽ ഇശ്റൂൻ. عن أبي موسى الأشعري رضي الله عنه أن النبي صلى الله عليه وسلم بعثه ومعاذا إلى اليمن فقال يسرا ولا تعسرا وبشرا ولا تنفرا وتطاوعا ولا تختلفا متفق عليه. കുട്ടികൾ പറയുമ്പോൾ കൃത്യമാണെന്ന് നിങ്ങൾക്ക് നോക്കാം, കൃത്യമല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്കിലൂടെ പറയാവുന്നതാണ്. ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ചോദിച്ചൊക്കെ കൃത്യമല്ലേ? ഇനി ചോദ്യങ്ങൾ ഇനി വരട്ടെ. ചോദ്യങ്ങൾ ഇനി വരട്ടെ. സമയം ഇഷ്ടം പോലെ ഉണ്ട്, ചോദ്യം ചോദിച്ചു തീർക്കണം. ലാഹു ദുഖുലൽ ജന്നത്തിൽ ഖത്ത നമ്പർ 20. الحديث العشرون عن حذيفة بن اليمان رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يدخل الجنة قتات متفق عليه. ഒരിപ്പം പറഞ്ഞ ആ ഹദീസിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കും. ഖുദൈഫത്ത് ബിൻ അൽ-യമാനി റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല, ഖത്താത്തുൻ, ഏഷണി പറയുന്നവർക്ക്, ഔ നമ്മാമുൻ, നമീമത്ത് പറയുന്നവർ. ചോദ്യങ്ങൾ വരട്ടെ. സ്ത്രീകളെ ഭാഗത്തേക്കും കൊടുക്കാം മൈക്ക്. സ്ത്രീകളെ ഭാഗത്തേക്ക് ആ കിതാബും മൈക്കും ഒന്ന് കൈമാറാം. എല്ലാവരും ചോദിക്കട്ടോ, നിങ്ങൾ ചോദിക്കുന്നതാണ് മക്കൾക്കൊരു പ്രോത്സാഹനം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽ ഹദീസുൽ ഇശ്റൂൻ, 20ാമത്തെ ഹദീസിൻ്റെ മത്തിന് പറയോ? മത്തിന് ലാ യദ്ഖുലുൽ ജന്നത ഖത്താത്തുൻ. ആറാമത്തെ ഹദീസിൻ്റെ സനദ്, ഇത് ആറാമത്തെ ഹദീസിൻ്റെ സനദ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്. السلام عليكم ورحمة الله. من تولع فأسبغ الوضوء. ഒന്നും കൂടി. من تولع فأسبغ بسبغ الوضوء. ആ ഹദീസ് പറയാനാണോ അതല്ല അതിന്റെ നമ്പറോ? എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്? ഹദീസ് പറയാം. ഹദീസാ. عن عثمان بن عفان رضي الله عنه قال قال رسول الله صلى الله عليه وسلم من توضأ فأسبغ الوضوء ثم مشى إلى الصلاة المكتوبة فصلاها مع الجماعة غفر الله له ذنوبه رواه مسلم. അതിന് അർത്ഥം ഒന്ന് പറഞ്ഞു. മൻ തവല്ല, ആര് വഴുതു, ഫസ്ബഗൽ വുദൂഅ, ശരിയായ രൂപത്തിൽ, സുമ്മ മശ, പിന്നെ നടന്നു, ഇല സ്വലാത്തിൽ മക്തൂബത്തി, നിർബന്ധ നമസ്കാരത്തിലേക്ക്, ഫസല്ലാഹ, പിന്നെ അത് നമസ്കരിച്ചു, മഅൽ ജമാഅത്തി, ജമാഅത്തിന്റെ കൂടെ, ഗഫറല്ലാഹു, അല്ലാഹു പൊറുക്കും, ലഹു ദുനൂബഹു, അവന്റെ പാപങ്ങൾ. അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്. عن عبد الله بن مسعود رضي الله عنه قال سألت رسول الله صلى الله عليه وسلم أي الأعمال أحب إلى الله قال الصلاة على وقتها قلت ثم أي
قال بر الوالدين إلى آخر الحديث متفق عليه. ما من مسلم يزرع زرعا فيأكل منه إنسان. ما من مسلم يزرع കൃഷിയെ സംബന്ധിച്ച് പറയുന്ന ഹദീസ്. عن جابر بن عبد الله رضي الله عنه قال قال رسول الله صلى الله عليه وسلم ما من مسلم يزرع زرعا فيأكل منه إنسان أو طير أو بهيمة إلا كان له به صدقة. متفق عليه. إنها لا تصيد صعيدا. عن عبد الله بن مغفل رضي الله عنه أن رسول الله صلى الله عليه وسلم نهى عن الخزف وقال إنها لا تصيد صيدا ولا تنكر عدوا ولكنها تكسر السن وتفقع العين. متفق عليه. إن شاء الله جزاكم الله خيرا. നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ഹദീസിൻ്റെ ഒരു ഭാഗം പറഞ്ഞു കൊടുത്താൽ അതാരാണ് റിവായത്ത് ചെയ്തതെന്നും അതിൻ്റെ റാവി ആരാണെന്നും അതിൻ്റെ മത്നും മുഴുവനായിട്ടും അതിൻ്റെ നമ്പറും അടക്കം കുട്ടികൾ പറയും. ഇനി ചോദിക്കാം, ചോദ്യങ്ങൾ വരട്ടെ. അസ്സലാമു അലൈക്കും. അൽ ഹദീസുൽ ഹാദി വസ്സലാസുൻ, ഇതിൻ്റെ മീനിങ്. عن أبي هريرة رضي الله عنه قال أبو هريرة رضي الله عنه പറഞ്ഞു قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم പറഞ്ഞു ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ മേലുള്ള ബാധ്യത 6 എണ്ണമാകുന്നു. ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, നീ അവനെ കണ്ടുമുട്ടിയാൽ അപ്പോൾ നീ അവനോട് സലാം പറയണം. വഇദാ ദഅാക ഫഅജിബ്ഹു, പിന്നെ നിന്നെ അവൻ ക്ഷണിച്ചാൽ അപ്പോൾ നീ അവന് ഉത്തരം നൽകണം. വഇസസ്തൻസഹക ഫൻസഹ് ലഹു, പിന്നെ നിന്നോട് അവൻ ഉപദേശിച്ചാൽ അപ്പോൾ നീ അവന് ഉപദേശം നൽകണം. വഇദാ അതസ ഫഹമിദല്ലാഹ ഫശമ്മിത്ഹു, പിന്നെ അവൻ തുമ്മി അപ്പോൾ അവൻ അല്ലാഹുവിനെ സ്തുതിച്ചു. അപ്പോൾ നീ അവന് കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. വഇദാ മരിള ഫഅദുഹു, അപ്പോൾ പിന്നെ അവൻ രോഗിയായാൽ അപ്പോൾ നീ അവനെ സന്ദർശിക്കണം. വഇദാ മാത ഫത്ബഉഹു, പിന്നെ അവൻ മരിച്ചാൽ അപ്പോൾ നീ അവനെ പിന്തുടരണം. റവാഹു മുസ്ലിം. അസ്സലാമു അലൈക്കും. ഹദീസു താശിഉൽ അശർ عن الصعب بن جسامة رضي الله. അത് ഏതാണെന്ന് വ്യക്തമാക്കുക. ആരാ ചോദിച്ചേ? ഹദീസു താസിഉൽ വആശിറു. ഹദീസു താസിഉ വഅശ്റുൻ. ഓക്കേ. عن أنس بن مالك رضي الله عنه قال خدمت النبي صلى الله عليه وسلم 10 سنين فما قال لي أف قط. متفق عليه. ഹദീസു ആശിർ عن عثمان بن عفان رضي الله عنه قال قال رسول الله صلى الله عليه وسلم خيركم من تعلم القرآن وعلمه. رواه البخاري. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹദീസ് സാബിഉ വസലാസുൻ. عن عمرو بن العاص رضي الله عنه قال سألت النبي صلى الله عليه وسلم أي الناس يحب إليك قال عائشة. قلت من الرجال قال أبوها. قلت ثم من قال ثم عمر. متفق عليه. നമ്പർ അറബി തന്നെ ചോദിക്കണമെന്നില്ല. കാരണം ചില ആളുകൾക്ക് എന്താവില്ല, ആ അക്കം നിങ്ങൾ പറയുന്നത് ഏതാണെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. കുറേ ആളുകൾ കിതാബ് പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പം പെട്ടെന്ന് ക്ലിയർ ആയിക്കൊള്ളുന്നില്ല. ഇപ്പോൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ അറബിയിൽ ചോദിച്ചാലും അവർ പറയും. പക്ഷെ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മലയാളത്തിൽ ചോദിച്ചാലും കുഴപ്പമില്ല, അവർ പറഞ്ഞോളും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.
31-ാമത്തെ ഹദീസ് അർത്ഥം സനദ് എല്ലാം അടക്കം പറഞ്ഞുതരും. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم حق المسلم على المسلم 6 إذا لقيته فسلم عليه وإذا دعاك فأجبه وإذا استنصحك فانصح له وإذا عطس فحمد الله فشمته وإذا مرض فعده وإذا مات فاتبعه رواه مسلم. ഹക്കുൽ മുസ്ലിം, ഒരു മുസ്ലിമിൻ്റെ അവകാശം, ബാധ്യത, അലൽ മുസ്ലിം, മറ്റൊരു മുസ്ലിമിൻ്റെ മേൽ, സിത്തുൻ 6 കാര്യങ്ങൾ. ഒരു മിനിറ്റ് അത് നീ ഓൾറെഡി പറഞ്ഞതല്ലേ, ഞാൻ വേറെ ചോദിക്കാം. എന്താണ് ചോദ്യം? 31 ചോദിച്ചേ? ഹദീസ് കറക്റ്റ് അല്ലേ? എന്നാ അടുത്ത ചോദ്യം ചോദിച്ചു. 19-ാമത്തെ ചോദ്യത്തിന്റെ അർത്ഥം പറഞ്ഞു. 19-ാമത്തെ ഹദീസിന്റെ അർത്ഥം. عن الصعب بن جثامة رضي الله عنه أنه أهدى إلى رسول الله صلى الله عليه وسلم صيدا فرده النبي صلى الله عليه وسلم عليه ولم يقبله منه فلما رأى النبي صلى الله عليه وسلم ما في وجهه من الحزن قال إنا لم نرده عليك إلا أنها حرم متفق عليه. أنه أهدى തീർച്ചയായും ഞങ്ങൾ നൽകി ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് സ്വൈദൻ വേട്ടയടക്കപ്പെട്ടത്. ഫറദ്ദഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ മടക്കി, അലൈഹി അവൻ്റെ മേൽ, വലം യഖ്ബലു മിൻഹു അതിനെ അവനിൽ നിന്ന് സ്വീകരിച്ചില്ല. ഫലമ്മ റഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ മുഖത്ത് കണ്ടു, വലം യഖ്ബലു മാഫി വജീ മിനൽ ഹുസ്നി ദുഃഖം കണ്ടു. ഖാല പറഞ്ഞു, ഇന്നാ ലം നറുദ്ദഹു അലൈക തീർച്ചയായും നാം നിന്റെ മേൽ തിരിച്ച് നൽകുകയില്ല, ഇല്ല അന്ന ഹുറുമുൻ നാം ഇഹ്റാം കെട്ടിയവനല്ലാതെ. السلام عليكم. السلام عليكم. الدين السادس وثلاثون 36. عن البراء بن عازب رضي الله عنه قال كان رسول الله صلى الله عليه وسلم أحسن الناس وجها وأحسنهم خلقا ليس بطويل البائن ولا بالقصير متفق عليه. അസ്സലാമു അലൈക്കും. സിത്തലാത്തിൻ്റെ അർത്ഥം ഒന്ന് പറയോ? അനിൽ ബറാ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു ഖാല, ബറാ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു നിവേദനം പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു, അഹ്സനൻ നാസി വജ്ഹൻ ജനങ്ങളെ ഏറ്റവും നല്ല മുഖം, വ അഹ്സനഹും ഖലഖ അവർ ഏറ്റവും നല്ല സൃഷ്ടിപ്പ്, ലൈസ ബി തവീലിൽ ബാഇനി വേറിട്ട നീളവുമല്ല, വലാ ബിൽ ഖസീർ അധികം കുറുകിയതുമല്ല. മുത്തഫഖുൻ അലൈഹി. അസ്സലാമു അലൈക്കും. 40 ഹദീസുകളാണുള്ളത്. അതിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് 14 ഹദീസുകളാണ്. മറ്റുള്ള ഏതെല്ലാം സഹാബികളാണ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൻ്റെ എണ്ണങ്ങൾ പറയാമോ? عن عمر بن الخطاب رضي الله عنه عن أنس بن مالك عن عبد الله بن عمرو عن جابر بن عبد الله عن عبد الله بن مسعود عن عثمان بن عفان عن أبي سعيد الخدري عن الصحابي بن جثامة عن حذيفة بن اليماني عن أبي قتادة عن أبو أمامة عن أبو موسى الأشعري عن البراء بن عازب عن عمرو بن العاص رضي الله عنه. മുപ്പത്തെട്ടാമത്തെ ഹദീസിൽ എന്തോ ഒരു വാചകം, ഒരു ശബ്ദം വിട്ടുപോയ പോലെ ഉണ്ട്, ശരിയാണോ? 38ാമത്തെ ഹദീസ്. عن أنس بن مالك رضي الله عنه قال كان أكثر دعوة يدعو بها النبي صلى الله عليه وسلم اللهم آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. متفق عليه.
ജസാക്കല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും എനിക്കടക്കം വലിയ ടെൻഷനോടുകൂടിയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷെ നമ്മളെ മുന്നിലിരിക്കുന്ന മക്കൾ എത്ര ശാന്തമായിട്ടാണ് അത് പ്രതികരിക്കുന്നതെന്ന് കാണുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുന്നു. എൻ്റെ ചോദ്യമല്ല, എൻ്റെ സംശയമാണ്. കുട്ടികളുടെ 40 ഹദീസുകൾ എന്നാണല്ലോ ഈ ഗ്രന്ഥത്തിൻ്റെ പേര്. ഇതേതൊക്കെ കിതാബുകളിൽ നിന്നാണ് ഇത് ശേഖരിച്ചിരിക്കുന്നത്? സ്വഹീഹുൽ ബുഖാരിയിൽ നിന്നും സ്വഹീഹുൽ മുസ്ലിമിൽ നിന്നും. അതല്ല ഉദ്ദേശിച്ചത്. ഈ 40 ഹദീസുകൾ ശേഖരിച്ച പുസ്തകങ്ങൾ പ്രത്യേകം അതിൻ്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അൽ ഹറവിയുടെ ഏകദൈവ വിശ്വാസം അതുപോലുള്ള പുസ്തകങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം മനസ്സിലായില്ല. ഈ ഹദീസ് ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ 40ഓളം കുട്ടികളുടെ ഹദീസ് ഇന്ന പുസ്തകത്തിൽ നിന്ന് ശേഖരിച്ചതാണ് എന്നുള്ളത്. അത് ആ രൂപത്തിലല്ല. അർബഊനാത്തുകൾ 40 ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്, 40 ഹദീസുകളുടെ ക്രോഡീകരണങ്ങൾ. ഈ ഹദീസുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വഹീൽ ബുഖാരിയിലും സ്വഹീൽ മുസ്ലിമുള്ള ഹദീസുകൾ മാത്രമേ ഈ ഗ്രന്ഥത്തിലുള്ളൂ. അത് ഓരോരോ ടൈപ്പ് കിതാബ്. അർബഊന വിൽദാനിയ, അർബഊന നവവി, അർബഊന ഫീ ദലാഇൽ തൗഹീദ് എന്ന് പറഞ്ഞതല്ലേ, അത് ഓരോരോ ടൈപ്പ് കിതാബാണ്. മാഷാ അല്ലാഹ്. അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെ 40 കുട്ടികളുടെ ഹദീസുകളാക്കി ഇതിനെ നിജപ്പെടുത്താൻ കാരണം? ആര് പറഞ്ഞാലും മതി. കുട്ടികളുടെ ഹദീസുകളാക്കി ഇങ്ങനെ 40ഓളം ഹദീസുകൾ ഇങ്ങനെ ക്രോഡീകരിക്കാൻ എന്താണ് കാരണം? എന്തെങ്കിലും പ്രത്യേക? കുട്ടികൾക്ക് പെട്ടെന്ന് ഹിഫ്ലാക്കാനും അവരെ ജീവിതത്തിൽ ഫോളോ ചെയ്യാനും, അവർക്കിപ്പോൾ മാതാപിതാക്കളെ സംബന്ധിച്ച് പ്രവാചകനെ പരിചയപ്പെടുത്തുന്നത്, അതേപോലെ അവരെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അനുഷ്ഠാനങ്ങൾ ആയി ബന്ധപ്പെട്ട ഹദീസുകളാണ് ഇതിൽ ക്രോഡീകരിച്ചിട്ടുള്ളത്. മാഷാ അല്ലാഹ്, ശുക്രാൻ, ജസാക്കല്ലാഹ്. ഇപ്പം ചോദിച്ചാൽ അവർ അതിൽ പറയുന്നുണ്ട് ആമുഖത്തിൽ, ഒദാലിക്കലിക്കൈ അഹ്ഫലുഹ ഔലാദുന ദുക്കൂറൻ വൈനാസ വലിയതഫഖഹു ഫീഹ വസമ്മൈതുഹ അൽ അർബഈൻ അൽ ബിൽദാനിയ. ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇതിനെ ഹിഫുളാക്കാനും നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹിഫുളാക്കാനും അത് മനസ്സിലാക്കാനും വേണ്ടി ഞാൻ ഇതിന് അൽ അർബഈൻ അൽ ബിൽദാനിയ എന്ന് പേരിട്ടു. അസ്സലാമു അലൈക്കും. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാമിൻ മുസ്ലിം യസ്റഉ സറഅൻ ഫയഅകുലു മിൻഹു ഇൻസാൻ ഔ തൈർ ഔ ബഹീമ ഇല്ലാ കാന ലഹു ബിഹി സദഖ. ഇത് റിവായത്ത് ചെയ്ത ആരാണ്? ജാബിർ ബിൻ അബ്ദുല്ല. ജാബിർ ബിൻ അബ്ദുള്ള. ഇതാരാ റിപ്പോർട്ട് ചെയ്തത്? റവാഹു ഷെയ്ഖാൻ മുത്തഫഖുൻ അലൈഹി. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تدخلون الجنة حتى تؤمنوا ولا تؤمنوا حتى تحابوا ألا أدلكم على شيء إذا فعلتموه تحاببتم أفشوا السلام بينكم. ഇതിൻ്റെ മലയാളം പരിഭാഷ. ലാ യദ്ഖുലൂനൽ ജന്നത, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഹത്താ തുഅ്മിനു, തമ്മിൽ വിശ്വസിക്കുന്നത് വരെ. വലാ തുഅ്മിനു, നിങ്ങൾ വിശ്വസിക്കുകയുമില്ല. ഹത്താ തഹാബു, പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ. അലാ അദുല്ലുക്കും അലാ ഷൈഇൻ, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യത്തെ പറ്റി അറിയിച്ചു തരട്ടെയോ? ഇദാ ഫഅൽതുമൂഹു തഹാബബതും, നിങ്ങളത് ചെയ്താൽ തമ്മിൽ ഇഷ്ടപ്പെടും. അഫ്ശു സലാമ ബൈനക്കും, നിങ്ങൾ തമ്മിൽ സലാം വ്യാപിപ്പിക്കുക.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 15-ാമത്തെ ഹദീസ് അതിൻ്റെ മലയാളം പരീക്ഷയും പറയുക. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم قال الله تبارك وتعالى يا ابن آدم أنفق عليك. അള്ളാഹു പറഞ്ഞു, ആദമിൻ്റെ സൗന്ദര്യങ്ങളെ നീ ചെലവഴിക്ക്, ഞാൻ നിൻ്റെ മേൽ ചെലവഴിക്കാം. Assalamu alaikum. Hadithu Rabi with its meaning. عن أبي هريرة رضي الله عنه قال أبي هريرة رضي الله عنه പറഞ്ഞു قال رسول الله صلى الله عليه وسلم റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന്. ആയത്തുൽ മുനാഫിഖി സലാസുൻ, മുനാഫിഖീങ്ങളുടെ അടയാളങ്ങൾ 3 ആകുന്നു. ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയും. വഇദാ വഅദ അഖ്ലഫ, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും. വഇദ തുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കും. മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസു താസിയ അഷർ, 19-ാമത്തെ ഹദീസും അതിൻ്റെ മീനിങ്ങും. عن الصعب بن جثامة رضي الله عنه أنه هدى إلى رسول الله صلى الله عليه وسلم صعيدا فرده النبي صلى الله عليه وسلم عليه ولم يقبله منه فلما رأى النبي صلى الله عليه وسلم ما في وجهه من الحزن قال إنا لم نرده عليك إلا أننا حرم متفق عليه. عن الصعب بن جثامة رضي الله عنه നിവേദനം أنه هدى إلى رسول الله صلى الله عليه وسلم, നിശ്ചയമായും അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലക്ക് വേട്ടയാടിയതിനെ സമ്മാനമായി നൽകി. ഫറദ്ദഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മടക്കി. അലൈഹി വലം യഖ്ബൽഹു മിൻഹു, അവനിൽ നിന്നത് സ്വീകരിച്ചില്ല. ഫലമ്മാ റഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. മാ ഫീ വജ്ഹിഹി മിനൽ ഹുസ്നി, അദ്ദേഹത്തിൻ്റെ മുഖത്ത് സങ്കടം. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നാ ലം നറദ്ദഹു അലൈക ഇല്ലാ അന്നാ ഹുറുമാൻ, തീർച്ചയായും ഞങ്ങൾ മടക്കുകയില്ലായിരുന്നു, ഞങ്ങൾ ഇഹ്റാം കെട്ടിയവരല്ലെങ്കിൽ. മാഷാ അല്ലാഹ്. വെളിച്ചം സംഘമാണല്ലോ. നാഹിദ്, ഖുർആൻ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം പറയുന്ന, മഹത്വം പറയുന്ന ഹദീസ്, ആ ഹദീസ് നമ്പർ, ഹദീസും അതിൻ്റെ അർത്ഥവും പറയാം. الحديث العاشر 10 حديث. عن عثمان بن عفان رضي الله عنه قال قال رسول الله صلى الله عليه وسلم خيركم من تعلم القرآن وعلمه رواه البخاري. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിവേദനം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുന്നവനും അതിനെ പഠിപ്പിക്കുന്നവനുമാണ്. ഇത് ബുഖാരിയിൽ വന്ന ഹദീസാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 37-ാമത്തെ ഹദീസിന്റെ മത്തിനെ ഒന്ന് പറയാം. سألت النبي عن عمرو بن العاص رضي الله عنه قال سألت النبي صلى الله عليه وسلم أي الناس أحب إليك قال عائشة قلت من الرجال قال أبوها قلت ثم من قال ثم عمر متفق عليه. മാഷാ അല്ലാഹ്. ഹബ്ഷാൻ, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ഉള്ള ഹദീസുകൾ, ഈ ഗ്രന്ഥത്തിൽ എത്ര ഹദീസുകളുണ്ട്, അത് ഏതൊക്കെയാണ്? 2 ഹദീസ്. അൽ ഹദീസ് സാനി അൽ ഹദീസ് സാദിസ്. ഹദീസ് ഒന്ന് പറയാമോ? حديث الثاني 2 حديث. عن أنس بن مالك رضي الله عنه قال
سئل النبي صلى الله عليه وسلم عن الكبائر فقال الإشراك بالله وعقوق الوالدين وقتل النفس وشهادة الزور متفق عليه. الحديث السادس أرامة حديث عن عبد الله بن مسعود رضي الله عنه قال سألت رسول الله صلى الله عليه وسلم أي الأعمال أحب إلى الله قال الصلاة على وقتها قلت ثم أي قال بر الوالدين إلى آخر الحديث متفق عليه. അതിൻ്റെ അർത്ഥം ഒന്ന് പറയാമോ? അൻസ് ബിൻ മാലിക് റളിയല്ലാഹു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു വൻപാപങ്ങളെക്കുറിച്ച്. അപ്പോൾ പറഞ്ഞു അൽ ഇശ്റാഖു ബില്ലാഹി അല്ലാഹുവിൽ പങ്കുചേർക്കൽ, വഉഖൂഖുൽ വാലിദൈനി മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കൽ, വഖത്ലുൻ നഫ്സ് ശരീരത്തെ വധിക്കൽ, വശഹാദത്തുസ് സൂർ കള്ളസാക്ഷ്യം വഹിക്കൽ. മുത്തഫഖുൻ അലൈഹി. ആറാമത്തെ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഖാല അദ്ദേഹം പറഞ്ഞു അസ്സലാത്തു അലാ വഖ്തിഹാ നമസ്കാരം അതിൻ്റെ സമയത്ത് നമസ്കരിക്കൽ. ഖുൽതു സുമ്മ അയ്യു ഞാൻ പറഞ്ഞു പിന്നേത്? ഖാല അദ്ദേഹം പറഞ്ഞു ബിറുൽ വാലിദൈൻ മാതാപിതാക്കളെ അനുസരിക്കൽ. ഇലാഹിൽ ഹദീസ് മുത്തഫഖുൻ അലൈഹി. അസ്സലാമു അലൈക്കും. ഹദീസ് ഹാദി വഅശ്റൂൻ അർത്ഥം പറയാമോ? ഹാദി വഅശ്റൂൻ അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ മിൻ മുസ്ലിമിൻ ഒരു മുസ്ലിമിൽ നിന്ന് യസ്റഉ കൃഷി ചെയ്യുന്നു, സറഅൻ വിള, ഫയകുലു മിൻഹു അപ്പോൾ അതിൽ നിന്ന് തിന്നുന്നു, ഇൻസാനുൻ മനുഷ്യൻ, ഔ ത്വയ്റുൻ അല്ലെങ്കിൽ പക്ഷി, ഔ ബഹീമത്തുൻ അല്ലെങ്കിൽ മൃഗം, ഇല്ലാ കാന ലഹു ബിഹി സദഖ അവന് സദഖ ഇല്ലാതിരിക്കില്ല. അസ്സലാമു അലൈക്കും തുല്ലാബി അൽ അഇസ്സാ أسألكم سؤالا واحدا فقط. من الحديث العشرون عن حذيفة بن اليمان رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يدخل الجنة قطات. ما معنى هنا قطات؟ بين. ഏഷണി പറയുന്നവൻ. ഖത്താത്തിൻ്റെ അറബിയിലെ വേറൊരു വാക്ക് നമ്മാം. نعم نعم خلاص شكرا لك. السلام عليكم. പതിമൂന്നാമത്തെ ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്റബു മാ യഖൂലു. ഈ ഹദീസിൻ്റെ ബാക്കി ഭാഗവും അർത്ഥവും. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم أقرب ما يكون العبد من ربه وهو ساجد فأكثر الدعاء. رواه مسلم. أقرب ما يكون العبد ഒരു അടിമ അള്ളാഹുവിൻ്റെ റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് മിർ റബ്ബി അവൻ്റെ റബ്ബിൽ നിന്ന്, വഹുവ സാജിദ് അവൻ സുജൂദ് ചെയ്യുമ്പോഴാണ്. ഫഅക്സിറു ദുആ അപ്പോൾ നിങ്ങൾ ദുആ വർദ്ധിപ്പിക്കണം. ശുക്രാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരുന്നോ അറിയില്ല. സബേൽ മബിക്കാത്തിൽപ്പെട്ട സന്തോഷങ്ങളെക്കുറിച്ചുള്ള ഹദീസ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? عن أنس بن مالك رضي الله عنه قال سئل النبي صلى الله عليه وسلم عن الكبائر فقال الإشراك بالله وعقوق الوالدين وقتل النفس وشهادة الزور متفق عليه. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു അനിൽ കബായി വൻപാപത്തെക്കുറിച്ച്. ഫഖാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു അൽ ഇശ്റാഖു ബില്ലാഹി അല്ലാഹുവിൽ പങ്കുചേർക്കൽ, വഅഖൂഖുൽ വാലിദൈനി പിന്നെ മാതാപിതാക്കളെ
അനുസരണക്കേട്. വഖതുലുൻ നഫ്സി പിന്നെ ശരീരത്തെ വധിക്കൽ. വശഹാദത്തു സൂർ പിന്നെ കള്ളസാക്ഷ്യം വഹിക്കൽ. മുത്തഫഖുൻ അലൈഹി. പറഞ്ഞതിൽ രണ്ടാമത്തത് സിഹറിനെ കുറിച്ചിട്ടാണല്ലോ പറയപ്പെട്ടത്. അത് പറയുന്നത് കേട്ടില്ലല്ലോ. അതിൽ വലിയ പാപങ്ങളെ കുറിച്ച് ആ കിതാബിൽ പറഞ്ഞ ഹദീസാണ് കുട്ടി പറഞ്ഞത്. സബുൽ മുബിഖാത്തിൻ്റെ ഹദീസ് ആ കിതാബിലില്ല. സബുൽ മുബിഖാത്തിൻ്റെ ഹദീസ് ആ കിതാബിലില്ല. ആ കിതാബിലുള്ള വൻപാപങ്ങളെ കുറിച്ച് പറയപ്പെട്ട ഹദീസാണ് പറഞ്ഞിട്ടുള്ളത്. സബേൽ മോബിക്കാതിപ്പെട്ട ഹദീസിലാണല്ലോ രണ്ടാമത്തെ സിഹറിനെ കുറിച്ചിട്ട് പറയുന്നത്. മാതാപിതാക്കളെ കുറിച്ചിട്ടുള്ളതല്ല അതിൽ. സബുൽ മുബിഖാത്ത് അല്ല അതിലുള്ളത്. അതിൽ 4 വൻപാപങ്ങളെ കുറിച്ച് പറഞ്ഞ ഹദീസാണ് ആ കിതാബിലുള്ളത്. നിങ്ങളെ കയ്യിലുള്ള അർബഉൻ വിൽദാനി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലുള്ളത് 4 വൻപാപങ്ങളെ കുറിച്ച് പറഞ്ഞ ഹദീസാണ്. അതാണ് കുട്ടി പറഞ്ഞത്. സബുൽ മുബിഖാത്ത് എന്ന് പറഞ്ഞാൽ വേറെ ഹദീസാണ്. അതിൽ 7 വൻഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഈ കിതാബിൽ ആ ഹദീസ് ഇല്ല എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആയോ? മാഷാ. ഓക്കെ. السلام عليكم ورحمة الله. أوصاني خليل صلى الله عليه وسلم بالثلاث. الحديث الثاني عشر عن أبي هريرة رضي الله عنه قال أوصاني خليلي صلى الله عليه وسلم بثلاث: بصيام 3 أيام من كل شهر وركعتي الضحى وأن أوتر قبل أن أنام. متفق عليه. അബി ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസിൻ, എൻ്റെ ഒറ്റ മിത്രൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വസിയത്ത് നൽകി 3 കാര്യങ്ങൾ കൊണ്ട്. ബിസിയാമി 3 അയ്യാമിൻ മിൻ കുല്ലി ഷഹരിൻ, എല്ലാ മാസത്തിലും. ബിസിയാമി 3 അയ്യാമിൻ, എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പ് നോൽക്കൽ. വറകഅത്തൈ അൽളുഹ, 2 റക്അത്ത് ളുഹ നമസ്കരിക്കൽ. വഅൻ ഊതിറ ഖബ്ല അൻ അനാമ, ഉറക്കുന്നതിന് മുമ്പ് ഒറ്റയാക്കി നിസ്കരിക്കൽ. മനിക് അക്ക ഇംറിഹി മുസ്ലിം ബിയമീനി. من اقتطع حق امرئ مسلم بيمينه فقد أوجب الله له النار وحرم عليه الجنة. فقال رجل: يا رسول الله وإن كان شيئا يسيرا؟ قال: وإن قضيبا من أراك. رواه مسلم. جزاكم الله خيرا. الله سبحانه وتعالى. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അള്ളാഹു പറഞ്ഞു എന്ന് പറയുന്ന ഹദീസ് കണ്ടു, അന്ന് പറയാൻ പറ്റുമോ? الحديث الخامس عشر عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم قال الله تبارك وتعالى يا ابن آدم أنفق عليك. متفق عليه. അങ്ങനെയുള്ള ഹദീസുകൾക്ക് എന്തൊരു പേര് പറയും? അൽ ഹദീസ് ഖുദ്സി. അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹി ഹദീസ് പറയാൻ പറ്റും? ഒന്ന് പറയാൻ പറ്റും? الحديث الثاني والثلاثون عن أبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم أعطوا الطريق حقه. قالوا وما حقه؟ قال غض البصر وكف الأذى ورد السلام والأمر بالمعروف والنهي عن المنكر. متفق عليه. 30ാമത്തെ ഹദീസ് عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا قام أحدكم من مجلس ثم رجع إليه فهو أحق به. رواه مسلم. ഈ കിതാബിലെ ഏറ്റവും അവസാനത്തെ ഹദീസ്. الحديث الأربعون عن جابر بن عبد الله رضي الله عنه قال قال رسول الله صلى الله عليه وسلم يبعث كل عبد على ما مات عليه. رواه مسلم. 34ാമത്തെ ഹദീസ് عن عبد الله بن عمر رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الله ينهاكم أن تحلفوا بآبائكم من كان حالفا فليحلف بالله أو ليصمت. 30ാമത്തെ ഹദീസ് عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا قام أحدكم من مجلس ثم رجع إليه فهو أحق به. رواه مسلم.
27-ാമത്തെ ഹദീസ്. عن أبي موسى الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم من حمل علينا السلاح فليس منا متفق عليه. മാഷാഅല്ലാഹ് ബാറക. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ചോദിച്ചതിനൊക്കെ കുട്ടികൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞല്ലോ. എന്താ ഒരു ഖബർസ്ഥാനിൽ സലാം പറഞ്ഞ പോലെ. ലാസ്റ്റ് ചോദ്യം ഉണ്ടോ? ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ അതന്നെ ആ കുട്ടി അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ കുട്ടീനെ കൊടുക്കാൻ തന്നെ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. ഇതിൽ ഒരു മനുഷ്യൻ്റെ ഇടയിൽ ഷിർക്കിനെയും കുഫ്രിനെയും വേർതിരിക്കുന്നതായിട്ടുള്ള ഒരു ഹദീസുണ്ട്. അത് ഏതാണെന്നൊന്ന് മുഴുവനായിട്ട് പറയാം. സനദടക്കം ഒരു മനുഷ്യൻ്റെ ഇടയിൽ കുഫ്റും അതുപോലെ തന്നെ ഷിർക്കും. عن جابر بن عبد الله رضي الله عنه قال قال رسول الله صلى الله عليه وسلم بين الرجل وبين الشرك والكفر ترك الصلاة رواه مسلم. അതുപോലെ തന്നെ മുനാഫിക്കിൻ്റെ ഒരു 3 ഇത് പറയുന്നുണ്ടല്ലോ ഒരു ഹദീസ്. മുനാഫിഖ് ثلاث. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم آية المنافق 3: إذا حدث كذب وإذا وعد أخلف وإذا اؤتمن خان متفق عليه. ജസാക്കുമുല്ലാഹ് ഖൈർ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മക്കൾക്ക് കൂടുതൽ അറിവും അതുപോലെ തന്നെ ഇതുപോലെ ദുനിയാവിൽ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന മക്കളാക്കി നമ്മളെ മക്കളെയും ഈ മക്കളെയും എല്ലാവരും ആക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ ഇത് അവസാനിപ്പിക്കുകയാണ്. ഇത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെല്ലാവരും കണ്ടല്ലോ, നമ്മുടെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ, നമ്മുടെ ചുറ്റും ജീവിക്കുന്ന മക്കൾ, അതിന് പ്രായം വ്യത്യാസമില്ലാതെ ചെറിയ ക്ലാസ് മുതൽ തന്നെ ഭൗതിക കാര്യങ്ങളിൽ ഒരുപാട് അറിവുകൾ നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ആ മൊബൈലിൽ എന്തെങ്കിലും കുഴപ്പം വന്നാൽ നമ്മുടെ 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കളാണ് അതൊക്കെ നന്നാക്കി തരുന്നത്. അതേപോലെ തന്നെ റീൽസുകളും അതേപോലെ തന്നെ വാട്സാപ്പിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് സ്റ്റാറ്റസ് വെക്കലും ഇതൊക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ, അതേപോലെ ഫുട്ബോൾ താരങ്ങളുടെയും ക്രിക്കറ്റ് താരങ്ങളുടെയും സിനിമാ താരങ്ങളുടെയും ഒക്കെ മുഴുവൻ ബയോഡാറ്റ ഒറ്റയടിക്ക് പറയുന്ന മക്കളുള്ള ഈ കാലഘട്ടത്തിൽ ഇപ്പം മെസ്സിനെ കുറിച്ച് ചോദിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. അദ്ദേഹത്തിൻ്റെ വസ്ത്രം, അദ്ദേഹത്തിൻ്റെ ബൂട്ട്സ്, അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ വരുമാനം, ഇങ്ങനെ എല്ലാം ഇങ്ങനെ പച്ചവെള്ളം പോലെ പറയുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളുള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ വളരെ കൃത്യമായി നമ്മൾ ചോദിക്കുന്ന ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞു. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി ആരാണ്, ഇന്ന വിഷയത്തിൽ പറയുന്ന ഹദീസ് ഏതാണ്, ആ ഹദീസ് എത്രാമത്തെ ഹദീസാണ്, എല്ലാം വളരെ വ്യക്തമായി ഈ മക്കൾ നമുക്ക് പറഞ്ഞു തരികയാണ്. ഭാവിയിൽ മുഹദ്ദിസുകളും മുഫസ്സിറുകളും മുജദ്ദിദുകളുമാകേണ്ട മക്കളാണ്. എല്ലാവരും നല്ല രീതിയിൽ ഈ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരവസരത്തിൽ പറഞ്ഞതുപോലെ കുറച്ച് ആളുകൾ വന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അഹ്ലുദ്ദുസൂരി ബിൽ ഉജൂർ, പണക്കാരൊക്കെ പ്രതിഫലവും കൊണ്ടുപോയി. പണമുള്ള ആളുകൾ അവർ സദക്ക ചെയ്യുന്നു, സംഭാവനകൾ നൽകുന്നു, അങ്ങനെ പ്രതിഫലവും കൊണ്ട് അവരൊക്കെ പോയി. നമുക്ക് പൈസയില്ല, നമ്മൾ ഫക്കീറന്മാരാണ്, നമ്മളെന്താ ചെയ്യാൻ എന്ന് പറഞ്ഞതുപോലെ ഈ മക്കളും ഈ മക്കളുടെ മാതാപിതാക്കളും ഒരുപാട് പ്രതിഫലം കൊണ്ട് പോവുകയാണ്. നമ്മുടെ മക്കളെയും ഇതേപോലെ പരിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിലേക്ക് ഇറക്കാൻ വേണ്ടി നമ്മളും പരിശ്രമിക്കുക. ഭൗതിക പഠനത്തേക്കാൾ കൂടുതൽ ദീനീ പഠനത്തിന് നമ്മൾ പ്രാധാന്യം നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ഇരു ലോകത്തും വിജയിപ്പിക്കുന്ന കൺകുളിർമയായ മക്കളാക്കി അല്ലാഹു വളർത്തട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.